ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു DMJ ഡോണാസ് ആർട്സ്. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് പെൻസിൽ ഡ്രോയിങ്ങിനെ കുറിച്ചാണ്. സോ പെൻസിൽ ഡ്രോയിങ്ങിന് ഏതൊക്കെ ടൈപ്പ് ഓഫ് പെൻസിൽസ് യൂസ് ചെയ്യാം, അതിൻ്റെ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, പിന്നെ വേറെ ഏതൊക്കെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമുണ്ട് ഒരു നല്ലൊരു പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്നതിനായിട്ട്, പിന്നെ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് പേപ്പർ എടുക്കണം, എന്തൊക്കെയാണ് ബ്ലെൻഡിങ് മെറ്റീരിയൽസ് ഉള്ളത്. ദെൻ വി ആർ ഗോയിങ് ടു സീ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയ്ഡിങ് മെത്തേഡ്സ് ഉണ്ട്. അതിൻ്റെ ഒരു ജസ്റ്റ് പെരിഫറി ആയിട്ട് പറഞ്ഞു തരാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ എടുക്കാം. അറ്റ് ലാസ്റ്റ് ഐ എം ഗോയിങ് ടു ഷോ യു എ സ്മോൾ പിക്ചർ വിത്ത് എക്സാമ്പിൾ ഹൗ ടു ഡു ഇറ്റ്. പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ ടൂൾസ് ആൻഡ് മെറ്റീരിയൽസിനെ കുറിച്ച് നോക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതാണ് പെൻസിൽസ്. ഇനി പെൻസിൽസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇതെല്ലാം ഗ്രാഫൈറ്റ് പെൻസിൽസ് ആണ്. നിങ്ങളിനി ഒരു പഠിക്കുന്ന വ്യക്തികളാകുമ്പോൾ ഐ വുഡ് പ്രിഫർ യൂസ് ദ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള പെൻസിൽസ് തന്നെ മേടിക്കാനായിട്ട് നോക്കുക. HB ക്വാളിറ്റി, HB ടൈപ്പ് ഓഫ് പെൻസിൽസ്, നല്ല ഗുഡ് ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഫഷണൽ ടൈപ്പ് ഓഫ് പെൻസിൽസ് വാങ്ങും. ഈ പെൻസിലിനെ ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഉണ്ട്, അതിന് ഡിഫറെൻറ്റ് നെയിംസ് ഉണ്ട്. നമ്മൾ അതനുസരിച്ച് അതിനെക്കുറിച്ച് കുറച്ച് അറിയുവാണെങ്കിൽ ഷെയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ you might have seen the B, H, HB, different numbers is written on the pencils. So it's all based on its darkness. അതിൻ്റെ ലെഡ് ടെക്സ്ചറിനെ ബേസ് ചെയ്തിട്ടാണ് അതിന് ആ പേര് വരുന്നത്. സോ ഹാർഡ് പെൻസിൽസ് ഉണ്ട്, ഹാർഡ് ലെഡ് ഉള്ളതുണ്ട്, അതിനാണ് H എന്ന് പറയുന്നത്. അത് യൂഷ്വലി ലൈറ്റർ ടോൺ ആയിരിക്കും ഹാർഡ് പെൻ വരുന്നത്. സോ യു ഹാവ് സീൻ, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ. ദിസ് ഈസ് 5H ആണ്. ദിസ് 5H ആണ്. അതിൻ്റെ സോഫ്റ്റ് ലെഡ് വരുന്ന പെൻസിലാണ് B പെൻസിൽസ്. സോ സോഫ്റ്റ് ലെഡ്സ് ആർ B ആൻഡ് അത് ഡാർക്കറാണ്. അതിൻ്റെ നമ്പർ കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഡാർക്ക്നെസ് കൂടി വരും. സോ 2B ഉണ്ട്, പ്ലെയിൻ B ഉണ്ട്, HB ഉണ്ട്, ദെൻ 2B, 4B, 5B, 6B, 7B, 8B അങ്ങനെ പോയി 12B വരെ ഡിഫറെൻ്റ് അതിൻ്റെ ഹാർഡ്നെസ് ഡാർക്ക്നെസ് അനുസരിച്ച് കൂടി വരുന്നുണ്ട്. സോ അത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഡാർക്കറായിട്ടുള്ള ഷെയ്ഡിങ് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് സോഫ്റ്റ് ലെഡാണ്. ഇത് നല്ലൊരു ഗുഡ് ടൂളാണ് ബ്ലെൻഡ് ചെയ്യാനും ഷെയ്ഡ് ചെയ്യാനൊക്കെ. ഡാർക്ക് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ വളരെ ഈസിയാണ്. പക്ഷെ അതിൻ്റെ ഒരു ചെറിയ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ അത് ഈസി ആയിട്ട് സ്മഡ്ജ് ആവാം. നമുക്ക് ഈസി ആയിട്ട് ഇറേസ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ അതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് സ്മഡ്ജ് ഈസി ആവും. ടു ഡാർക്കറിലേക്ക് പോയാലും അത് ഈസി ആയിട്ട് സ്മഡ്ജ് ആവുന്നത് കൊണ്ട് നമുക്കൊരു ഡിഫിക്കൽട്ടി വരും. സോ ബെറ്റർ അത് നമ്മളൊരു സാധാരണ ഒരു ഡ്രോയിങ് ആണ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ലൈനിങ് ഔട്ട് സ്കെച്ചിങ് ഒക്കെ ഇടുവാണെങ്കിൽ ഐ പ്രിഫർ ടു സ്റ്റാർട്ട് വിത്ത് HB ഓർ F. അത് സംവെയർ ഒരു മിഡിൽ നിൽക്കുന്ന ഒരു പെൻസിലാണ്. സോ നിങ്ങൾക്കൊരു ചെറിയ ഐഡിയ കിട്ടി. 5H, H to 2H, 4H, 5H എന്ന് പറഞ്ഞ നമ്പറിലേക്ക് പോകുമ്പോൾ അത് ഹാർഡ് ലെഡാണ്. അതിൻ്റെ നമ്മൾ വരയ്ക്കുമ്പോൾ വളരെ ഫൈൻ ആയിട്ടുള്ള വളരെ ലൈറ്റ് ടോൺ ആയിട്ടാണ് നമുക്ക് ലൈറ്റ് ടോൺ ആയിട്ടാണ് നമുക്ക് അതിൻ്റെ സ്കെച്ചിങ് കിട്ടുന്നത്. എന്നാൽ HB ഒരു മിഡിൽ വരുന്ന പെൻസിലാണ്. HB, F ഒക്കെ നമുക്ക് മിഡിലായിട്ട് കൂട്ടാം. അത് തൊട്ട് 2B, 4B, 6B അങ്ങനെ 8B, 12B അങ്ങനെ പറഞ്ഞ് B ഹൈ നമ്പറിലേക്ക് പോകുന്നവരും അതിൻ്റെ ഡാർക്ക്നെസ് കൂടി വരും. അത് സോഫ്റ്റ് ലെഡാണ്. സോ അത് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. വി ഹാവ് ടു കീപ്പ് ഇറ്റ് വെരി കെയർഫുള്ളി ആൻഡ് ഡീൽ ഇറ്റ് വിത്ത് കെയർഫുൾ ആയിരിക്കണം. കാരണം കൂടുതൽ ഷേക്കിങ്, എവിടേക്കിലേക്ക് ഷേക്ക് ചെയ്തു, നിലത്ത് ചാടുക അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അത് അകത്ത് ഒടിഞ്ഞിരിക്കാനും സാധ്യതയുണ്ട്. ഈ വുഡ് പെൻസിലാണല്ലോ, അതിനകത്തായിട്ടുള്ള ഈ ലെഡ് പോർഷൻ സംടൈംസ് ബ്രേക്ക് ആയിട്ടിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതിൻ്റെ ഡിഫറൻസസ്. അതിൻ്റെ തിക്നെസ്സിൽ നമ്മൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഡാർക്ക്നെസ്സിലായിരിക്കും അതിൻ്റെ ഡിഫറൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇതിൻ്റെ കൊണ്ട് നമ്മൾ വരയ്ക്കുമ്പോൾ 5H കൊണ്ട് നമ്മളൊരു പിക്ചർ വരച്ചാൽ വളരെ ലൈറ്റ് ടോൺ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ദേ ആർ ഗ്രേറ്റ് ഫോർ ദ ഫൈൻ ടെക്സ്റ്റ് ഡീറ്റെയിൽഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലത്തെ 5H, 4H, 3H അങ്ങനത്തെയൊക്കെ അതുകൊണ്ട് വരയ്ക്കാനായിട്ട് ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. വളരെ ലൈറ്റ് ടോൺ ആയിരിക്കും, പക്ഷെ വളരെ പ്രിസൈസ് ആയിരിക്കും. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഡാർക്കായിട്ട് വരച്ചോ അല്ലെങ്കിൽ ഇത്തിരി പ്രസ് ചെയ്ത് വരച്ചോ ദെൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഇറേസ് ആണ്.
പക്ഷേ വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഇതായിരിക്കും. പക്ഷെ ഒത്തിരി ഫോഴ്സ് കൊടുത്ത് പ്രഷർ ചെയ്ത് ഇതുകൊണ്ട് വരയ്ക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ദെൻ നമ്മളതിൻ്റെ പേപ്പറിലേക്ക് നോക്കുമ്പോൾ നമ്മൾ വാട്ടർ കളറിൻ്റെ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാട്ടർ കളർ നമ്മൾ ബെറ്റർ വാട്ടർ കളർ പാഡ് തന്നെ യൂസ് ചെയ്യാനായിട്ട്. ഇത് നമുക്ക് സ്കെച്ച് പാഡ് എന്ന് പറഞ്ഞ് നമുക്ക് ഡിഫറെൻറ്റ് സ്കെച്ച് പാഡുകൾ വാങ്ങാൻ പറ്റും. സോ അതിൻ്റെ പെർഫെക്റ്റ് ഫോർ ഡ്രോയിങ്ങിനായിട്ടുള്ള സ്കെച്ച് പാഡുകൾ നമുക്ക് നോക്കാം. പേപ്പർ വെയ്റ്റ് യൂഷ്വലി 135 grams ഒക്കെ ദാറ്റ്സ് എനഫ് ആയിരിക്കും ഒരു പെൻസിൽ ഡ്രോയിങ് ചെയ്യാനായിട്ട്. കാരണം വാട്ടർ കളർ പോലെ നമ്മൾ അതിനകത്ത് വാട്ടർ കൊണ്ട് വെറ്റ് ആകുന്നില്ലല്ലോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുവാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഈവൻ സ്കെച്ച് പാഡ് ഉണ്ട്. ചിലത് വളരെ സ്മൂത്ത് ആയിരിക്കും, ചിലത് കുറച്ച് റഫ് ആയിരിക്കും. നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് വിച്ച് ടൈപ്പ് ഓഫ് സ്കെച്ച് പാഡ് നമ്മുടെ ഈ വർക്ക് ചെയ്യാനായിട്ട് വേണമെന്നുള്ളത്. അതായത് റഫായിട്ടുള്ളൊരു പേപ്പർ എടുക്കുവാണെങ്കിൽ നമ്മുടെ ഗ്രാഫൈറ്റ് കൊണ്ട് ചെയ്യുന്ന ഷെയ്ഡ് കൂടുതൽ ഡാർക്കായിട്ട് നമുക്ക് കിട്ടും. പക്ഷെ ഒരു സ്മൂത്ത് പേപ്പർ ആണെങ്കിൽ അതൊരു ഫൈൻ ഡീറ്റെയിൽഡ് വരയ്ക്കാൻ ഒരു ഫൈൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്കെച്ച് ചെയ്യാനായിട്ട് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ വി ക്യാൻ ഡിസൈഡ് വിച്ച് വൺ വി നീഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വർക്ക്. ഓക്കെ, മോസ്റ്റ്ലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് കുറച്ച് സ്മൂത്തും എന്നാൽ ടു മച്ച് റഫ് ആവാത്തതായിരിക്കും. യൂഷ്വലി സ്മൂത്ത്നെസ് ആയിരിക്കും ഇച്ചിരി കൂടുതൽ, പക്ഷെ വാട്ടർ കളർ ആണെങ്കിൽ ഐ ഓൾവേസ് പ്രിഫർ ദ റഫ് ടൈപ്പ് ഓഫ് തിങ്സ്. അപ്പം എൻ്റെ ഡിഫറൻസസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? പേപ്പർ മാർട്ടിന്ന് ഈസി ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. സ്കെച്ച് പാഡ് എന്ന് പറഞ്ഞ് ഇച്ചിരി കട്ടിയുള്ള രീതിയിലുള്ളത് കേട്ടോ. നമുക്ക് ബ്ലെൻഡിങ് ടൂൾസിലേക്ക് പോകാം. ബ്ലെൻഡിങ് പറയുകയാണെങ്കിൽ എങ്ങനെ നമ്മുടെ ചെയ്ത വർക്ക് എത്ര സോഫ്റ്റ് ആയിട്ട് നമുക്കത് ബ്ലെൻഡ് ചെയ്ത് പോകുന്നു, എത്ര ഒരു നാച്ചുറൽ ആയിട്ട് അതൊരു ഷെയ്ഡിങ് ടെക്നിക്കിലേക്ക് പോകുന്നതാണ് ബ്ലെൻഡിങ്. സോ ദർ ആർ സെവറൽ ടൂൾസ് വി ക്യാൻ യൂസ് ടു ബ്ലെൻഡ് ദ ഗ്രാഫൈറ്റ് ഫോർ എ സ്മൂത്ത് ലുക്ക്. സോ ദ മോസ്റ്റ് പോപ്പുലർ ബ്ലെൻഡേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ സ്റ്റംപ് ഉണ്ട്. അതാണ് ഈ പിക്ചറിൽ കാണുന്നത് സ്റ്റംപ്. നമ്മളൊരു പെൻസിൽ ഡ്രോയിങ്ങിന് ഒരു സെറ്റ് മേടിക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 3 or 4 സ്റ്റംപായിട്ട് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് വാങ്ങാൻ പറ്റും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ വേറെ ബ്ലെൻഡിങ് ടൂളാണ്, നമുക്കൊരു സോഫ്റ്റ് ഫേഷ്യൽ ടിഷ്യൂ നമുക്ക് ബ്ലെൻഡിങ് ടൂളായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ടോട്ടലോൺസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഞാൻ അതിൻ്റെ പിക്ചർ കാണിക്കാം, ഇപ്പം എൻ്റെ കയ്യിലില്ല. സോ ദ ടോട്ടലോൺസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു റോൾഡ് ആയിട്ടുള്ള ലൂസ്ലി ദാൻ സ്റ്റംപ്. ഈ സ്റ്റംപ് വളരെ ഫേം ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, വളരെ ഫേം ആണ്. ടോട്ടലോൺസ് എന്ന് പറഞ്ഞാൽ വളരെ ലൂസായിട്ടൊരു മെറ്റീരിയലാണ്. അതിൻ്റെ ഒരു സൈഡ് മാത്രമേ നമുക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഏകദേശം അതിൻ്റെ അപ്പിയറൻസ് ഇതുപോലെ തന്നെയാണ്, പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1 point ഒരു സൈഡ് പോയിന്റഡ് ആണ്, അതിൻ്റെ ഇൻസൈഡ് ഒരു ഹോളോ പോലെയാണ്. ഓക്കെ, സോ അതാണ് നമുക്ക് ടോട്ടലോൺസ്. സ്റ്റംപ് എന്ന് പറഞ്ഞാൽ ടൈറ്റ്ലി റോൾഡ് പേപ്പറാണ് ആക്ച്വലി. അതിന് പോയിന്റ്സ് ഉണ്ട്, ബോത്ത് എൻഡിലുണ്ട്. വേരിയസ് സൈസിൽ ഈ സ്റ്റംപ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. സ്മോൾ ഏരിയ ആണോ ലാർജ് ഏരിയ ആണോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസ് വി ക്യാൻ യൂസ് ഇറ്റ്. സോ നെക്സ്റ്റ് നമുക്ക് യൂസ് ചെയ്യുന്ന ഫേഷ്യൽ ടിഷ്യൂ ഞാൻ ഡിസ്കസ് ചെയ്തു. പിന്നെ ഒരു ടൈപ്പ് ഓഫ് ക്ലോത്ത് നമുക്ക് വാങ്ങാൻ കിട്ടും, ക്യാമോസിസ് എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് ക്ലോത്ത് ഉണ്ട്. അതും നമുക്ക് ലാർജ് ഏരിയ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് വെച്ച് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഡിഫിക്കൽട്ട് ആയിരിക്കുമല്ലോ, നമുക്ക് ക്ലോത്ത് എടുക്കാം. സം ടൈംസിൽ ഞാൻ ബ്രഷ് യൂസ് ചെയ്യാറുണ്ട്. അതായത് ബ്രഷ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫൈറ്റ് പെൻസിലിനാണെങ്കിൽ പോലും ചെറിയ പൗഡർ എടുത്തിട്ട് നമുക്ക് ബ്രഷിനകത്ത് എടുത്തിട്ട് ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഒരു ലാർജ് ഏരിയയിലൊക്കെ കുറച്ച് ചെറുതായിട്ട് സ്മൂത്തായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് വിടാം. നൗ വി ആർ ഗോയിങ് ടു സീ അബൌട്ട് ദ ഇറേസേഴ്സ്. ഇറേസേഴ്സ് എന്ന് പറയുമ്പം അത് 2 പർപ്പസ് ഉണ്ട്. ഒന്ന് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ലൈൻസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയും, then we can create a texture, we can create a drawing using the eraser. നമുക്ക് ഏതാണ് ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെ ഒരു മാജിക് ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഈ ഇറേസർ കൊണ്ട് പറ്റും. അതായത് പറയുവാണെങ്കിൽ ഒരു ഗ്രാഫൈറ്റ് കൊണ്ട് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റിൽ ഒരു വർക്കിൽ ഈ ഇറേസർ വെച്ച് നമുക്കൊരു എക്സിസ്റ്റിംഗ് ഗ്രാഫൈറ്റിൽ ഒരു ഷെയ്ഡ് ഒരു ലൈൻസ് പോലെ നമുക്ക് പിക്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ദർ ആർ 3 മെയിൻ ടൈപ്പ് ഓഫ് ഇറേസേഴ്സ് ഉണ്ട്. ഒന്ന് നമുക്ക് ഇതറിയാവുന്ന പോലെ നോർമൽ ബ്ലോക്ക് ഇറേസേഴ്സ് ഇല്ലേ, ഒരു പ്ലാസ്റ്റിക് ബ്ലോക്ക് ഇറേസർ വളരെ സോഫ്റ്റ് ആയിരിക്കും. ദെൻ റിമൂവ്സ് ഗ്രാഫൈറ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇത് നമുക്കൊരു ലാർജ് ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ ഇറേസർ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഉള്ള ടൈപ്പ് ഓഫ് ഇറേസേഴ്സ് ആണ് സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റഡ് ടൈപ്പ് ഓഫ് ഇറേസേഴ്സ് എന്ന് പറയും.
അതായത് നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റും. ഏത് രീതിയാണോ നമുക്ക് വേണ്ടത്, അതിൻ്റെ പോയിന്റഡ് ആക്കണോ, നമ്മുടെ കൈകൊണ്ട് നമുക്കതിനെ മോൾഡ് ചെയ്യാം. യു ക്യാൻ സീ ഇറ്റ് ഓൺ ദ പിക്ചർ. സോ അത് നമുക്കൊരു വളരെ ഒരു ഹൈപ്പർ റിയലിസ്റ്റിക് പിക്ചറിലേക്കൊക്കെ വരയ്ക്കുമ്പോൾ നമ്മുടെ കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത് കൂടുതലും നമ്മുടെ ഷെയ്ഡ് ചെയ്ത് പോയ പാർട്ടിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത ഗ്രാഫൈറ്റ് ഒരു ഷെയ്ഡഡ് ഏരിയയിൽ നിന്ന് ആ ഗ്രാഫൈറ്റ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബെറ്ററായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുകയാണെങ്കിൽ സ്റ്റിക്ക് ഇറേസേഴ്സ് ഉണ്ട്. അതും സെയിം ലൈക്ക് നമുക്കൊരു സ്പെഷ്യൽ ക്രീസ് ഒരു ഇറേസ് ചെയ്യാനായിട്ട് ഏത് നമ്മൾ ചെയ്ത് പോയ ഷെയ്ഡിങ്ങിനകത്ത് കുറച്ചുകൂടി ഒരു പ്രിസൈസ് ആക്കാനും ബ്യൂട്ടിഫുൾ ആക്കാനൊക്കെ ആയിട്ട് സ്റ്റിക്ക് ഇറേസേഴ്സ് വരയ്ക്കാം. സോ എനിക്കിത് കൂടുതൽ യൂസ് വരുന്നത് ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള പിക്ചേഴ്സ് വരയ്ക്കുക, പോർട്രേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ സ്റ്റിക്ക് ഇറേസേഴ്സും നെറ്റഡ് ഇറേസറൊക്കെ വളരെ എനിക്കൊരു എസെൻഷ്യൽ ആയിട്ടൊരു മെറ്റീരിയലാണ്. സ്റ്റിക്ക് ഇറേസറിൻ്റെ വേറൊരു പേരാണ് പെൻസിൽ ഇറേസർ എന്ന് പറയും. ഈ പെൻസിൽ ഇറേസേഴ്സ് അല്ലെങ്കിൽ സ്റ്റിക്ക് ഇറേസേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഇതിനകത്തൊരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു ഷേപ്പിൽ ഒരു ഇറേസർ ഉണ്ട്. നമുക്ക് വളരെ പ്രിസൈസ് ആയിട്ട് ഇറേസ് ചെയ്യേണ്ട ഒരു ഏരിയ ഉണ്ടെങ്കിൽ, അതായത് വളരെ സ്മോളസ്റ്റ് ഏരിയ, ഫൈൻ വർക്കൊക്കെ വളരെ ഡീറ്റെയിലിംഗ് ചെയ്യുന്നിടത്തൊക്കെ ഈ സ്റ്റിക്ക് ഇറേസേഴ്സ് ഒത്തിരി യൂസ്ഫുൾ ആണ്. നമ്മൾ പെൻസിൽ ഡ്രോയിങ്ങിന് ആവശ്യമായിട്ടുള്ള മെയിൻ എസെൻഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓഫ് കോഴ്സ് നമുക്ക് പെൻസിൽ ഷാർപ്പൺ ചെയ്യാനുള്ള മെറ്റീരിയലും കൂടെ വേണം. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. സംടൈംസ് യു ക്യാൻ യൂസ് ദ ഷാർപ്പനർ ഓർ ദ നൈഫ് പോലത്തെ നമുക്ക് ചെറിയ ബ്ലേഡിൽ കിട്ടും, അതും യൂസ് ചെയ്യാം. ഓഫ് കോഴ്സ് അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ സേഫ്റ്റി പ്രിക്കോഷൻസ് യൂസ് ചെയ്യണം. ദെൻ now we are moving forward to the next step of our class. ഞാൻ വരയ്ക്കാൻ പോകുന്ന ട്രീയുടെ ബേസായിട്ട് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, സോ അതിന് എത്ര ഹൈറ്റ്, അത് ആദ്യം ഞാൻ വളരെ ലൈറ്റായിട്ട് ഒരു ചെറിയ ടോൺ പോലെ വരച്ചു. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൻ്റെ എത്ര ഹൈറ്റുള്ളൊരു ട്രീ ആയിരിക്കും എനിക്ക് വേണ്ടത്, മാക്സിമം എത്ര ഹൈറ്റ് വേണം. ഐ ഡിസൈഡഡ് ഓൺലി അപ് ടു ഹിയർ, ഇവിടെ വരെ മതി, ഇവിടെ നിന്ന് ബേസ്. ഓക്കെ, അപ്പം നമ്മുടെ അതിൻ്റെ ട്രീയുടെയൊക്കെ ഓക്കെ ഹൈറ്റ് നമ്മൾ ഡിസൈഡ് ചെയ്തു. അതിൻ്റെ ലീഫുകളൊക്കെ എത്ര വീതി വരെ പോകാം എന്ന് ഞാനൊന്ന് റഫായിട്ടൊരു ചെറിയ ഷേപ്പ് കൊടുക്കുവാണ്. ഏത് ഷേപ്പിൽ എനിക്കതിനെ ഫോം ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ ആദ്യമായിട്ട് വരയ്ക്കുന്നവരുള്ളതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. കുറച്ച് പേരെങ്കിലും ആദ്യമായിട്ടൊരു ട്രീസൊക്കെ വരയ്ക്കുന്നവർ കാണും. അപ്പോൾ ഈസി ആയിട്ടൊരു ട്രീ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഒരു മൂന്ന് സർക്കുലറായിട്ടും ഒരെണ്ണം ഒരു ഇത്തിരി ഓവൽ ഷേപ്പിലും ഷേപ്പുകൾ വരച്ചു. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ ലൈറ്റായിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ദ റീസൺ വൈ, ഓഫ് കോഴ്സ് നിങ്ങളിത് വളരെ ലൈറ്റായിട്ടാണ് നിങ്ങളിത് വരയ്ക്കാവുള്ളൂ. നിങ്ങൾക്ക് മാത്രം കാണാവുന്ന രീതിയിൽ, ബിക്കോസ് അത് ഈസി ആയിട്ട് ഇറേസ് ചെയ്ത് കളയണം. വളരെ ഡാർക്കറായിട്ട് യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഈവൻ ഫോറസ്റ്റ് ഒക്കെ വരച്ച് വളരെ തിക്കായിട്ട് നിങ്ങൾ വരയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇറേസ് ചെയ്താലും നിങ്ങളുടെ പിക്ചറിൽ അതവിടെ മാർക്ക് ലീവ് ചെയ്യും. അത് നിങ്ങളുടെ പിക്ചർ റൂയിൻ ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് മാത്രം കാണാൻ പറ്റുന്ന രീതിയിൽ വളരെ ലൈറ്റായിട്ടാണ് വരച്ചത്. ഞാനിത് അടുപ്പിച്ച് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഒരു 3 സർക്കിൾ ഷേപ്പിൽ ഷേപ്സുകൾ വരച്ചു നെഗറായിട്ട്. ഞാൻ എവിടെയാണ് എൻ്റെ ട്രീയുടെ ബേസ് വേണ്ടതെന്ന് ഡിസൈഡ് ചെയ്തു. നൗ ഞാൻ ഇവിടെ നിന്ന് ഞാനതിൻ്റെ ട്രങ്ക് വരയ്ക്കുവാണ്. ട്രീസൊക്കെ വരയ്ക്കുമ്പോൾ മുകളിലേക്ക് പോകുന്തോറും, ടോപ്പിലേക്ക് പോകുന്തോറും ആ ട്രീയുടെ ട്രങ്കിൻ്റെ സൈസ് കുറഞ്ഞു വരണം. നമുക്ക് ഡിവൈഡ് ചെയ്ത് വിടാം. ഡിവൈഡ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ സൈസുകൾ കുറച്ച് വിടാം. പക്ഷെ അതിൻ്റെ ബേസിലായിരിക്കണം കൂടുതൽ അതിന് വണ്ണം വേണ്ടത് എന്ന് പറയാം. അതായത് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടുത്തെ വണ്ണത്തേക്കാളും ബിഗ് ആയിരിക്കണം ഈ ബോട്ടത്തിലേക്ക് വരുമ്പോൾ. ഇനി അത് ഒത്തിരി ബിഗ് ആവണമെന്നില്ല, ഒരു ചെറുതായിട്ട് മതി. പക്ഷേ ഒരിക്കലും ഈ വരച്ചതിനേക്കാളും ഇവിടുത്തേക്കാളും ബിഗ് ആവരുത് ടോപ്പിലേക്ക് പോകുമ്പോൾ. ഇതും ഇവിടെ നിന്ന് മുകളിലേക്കൊക്കെ പോകുമ്പോൾ വളരെ ചെറുതായിട്ടൊക്കെ നിങ്ങൾ വരയ്ക്കാവുള്ളൂ.
ഒരു കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ നിങ്ങളുടെ പിക്ചറിന് കുറച്ചുകൂടെ നാച്ചുറാലിറ്റി വരും. അതായത് ഈ വരച്ച ട്രങ്കിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ് ഇവിടെ, ഈ വരച്ചതിൻ്റെ കണ്ടിന്യൂറ്റിയാണ് ഇവിടെ, ഇതിൻ്റെയാണ് ഇവിടെ. നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ പിക്ചർ അടുത്ത് വെച്ച് കാണിച്ചു തരാം. ഇത്രയാണ് ഇപ്പോൾ ചെയ്തത്. ഇനി നമുക്ക് വരയ്ക്കുന്നതനുസരിച്ച് അതിന് കൂടുതൽ ട്രങ്ക്സ് ഒക്കെ ഷെയ്ഡ് ചെയ്യുന്നതനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ വരച്ച 3 ഷേപ്പിനെ ഞാനൊരു ലീഫിൻ്റെ സ്ട്രക്ചറിലേക്ക് മാറ്റുവാണ്. അതായത് ഇത് കണ്ട നിങ്ങൾ, ഞാൻ വളരെ ഏത് രീതിയിലാണ് വരയ്ക്കുന്നത്, അതിൻ്റെ ഒരു ഔട്ടർ ലെയർ ഇച്ചിരി പുറത്തേക്ക് ഇറങ്ങിയും കയറി ഇറങ്ങിയൊക്കെ ആയിട്ട് കറക്റ്റ് ആ സർക്കിളിൽ തന്നെ നിൽക്കുന്നില്ല, പക്ഷേ കുറച്ച് ചില സ്ഥലം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം, പുറത്തേക്കൊക്കെ തിരിച്ച് കയറാം. ആ രീതിയിലൊക്കെ നമുക്ക് ഇതും ടു ഡാർക്കർ ആയിട്ട് വരയ്ക്കരുത്. ബിക്കോസ് ദിസ് ഇസ് നോട്ട്, അത് നമ്മളൊരു ഷെയ്ഡ് ചെയ്യുമ്പോൾ അതനുസരിച്ച് നമുക്കതിനെ ഇറേസ് ചെയ്യണോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പം ടു ഡാർക്കർ ആയിട്ട് വരച്ചാൽ എന്താണ് കുഴപ്പം, നമുക്കത് കൂടുതൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇനി നമുക്ക് ആദ്യം വരച്ച ലൈൻസൊക്കെ ഒന്ന് ഇറേസ് ചെയ്ത് കളയാം കേട്ടോ. ഷേപ്പ് ആവാനൊക്കെ ആയിട്ട് ഫോം ചെയ്തത് ഞാൻ വളരെ ചെറുതായിട്ടൊന്ന് ഇറേസ് ചെയ്തു. വളരെ ലൈറ്റായിട്ട് വരച്ചതുകൊണ്ട് പേപ്പറിലൊരു മാർക്ക് പോലും ലീവ് ചെയ്യാതെ എനിക്ക് ഈസി ആയിട്ടത് ഇറേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൂടാതെ ഞാൻ യൂസ് ചെയ്തത് ബി പെൻസിലായിരുന്നു. സോ അതുകൊണ്ട് അതും വളരെ എനിക്ക് ഡിഫിക്കൽട്ട് തന്നില്ല, ഈസി ആയിട്ട് എനിക്ക് ഇറേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനിയിപ്പോൾ എൻ്റെ പെൻസിലിൻ്റെ എൻ്റെ ട്രീയുടെ ഒരു സ്കെച്ചിങ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇത്രയും ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഷെയ്ഡിങ്ങിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഡിസൈഡ് ചെയ്യുക വേർ ദ ലൈറ്റ് സോഴ്സ് വിൽ ബി. ഞാൻ ഈ പിക്ചറെ ഡിസൈഡ് ചെയ്യുന്നത് ലൈറ്റ് സോഴ്സ് ഇവിടെ നിന്ന് വരുന്നു എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് ലൈറ്റ് വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ദിസ് സൈഡ് നമുക്ക് ഡാർക്കറായിട്ട് ഷെയ്ഡ് ചെയ്യണം. സോ ഞാൻ ഇവിടുന്ന് തുടങ്ങി, ആദ്യം ഡാർക്ക് ഷെയ്ഡ് തന്നെ ഞാൻ കൊടുത്തു. കുറച്ച് കൂടുതൽ ബ്രാഞ്ചസും കൂടെ ഞാൻ വരയ്ക്കുന്നുണ്ട്. ആദ്യം സ്കെച്ച് ഇട്ടപ്പോൾ ഇത്രയും ചെയ്തില്ലായിരുന്നു, പക്ഷേ ഇതിപ്പം ഞാൻ ഇനി ഞാൻ വരയ്ക്കുന്നത് ലൈൻസൊക്കെ ഡാർക്കായിട്ട്, ബിക്കോസ് അതിൻ്റെ ഒരു ഫൈനൽ ലൈനായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരു സൈഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ ഒരു ഇങ്ങോട്ട് ബോട്ടമിലേക്കൊക്കെ വരുമ്പോൾ ഒരു സൈഡ് അല്ലെങ്കിൽ ടോപ്പ് പോർഷൻസ് ഒക്കെ വരുന്നിടത്ത്, കേർവ് വരുന്നിടത്തൊക്കെ കൂടുതൽ ഡാർക്കറായിട്ടൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി കുറച്ചുകൂടെ ലൈറ്റർ പെൻസിൽ എടുത്തു. 8 മുമ്പ് യൂസ് ചെയ്തത് 12B ആയിരുന്നു. കുറച്ചുകൂടെ ലൈറ്റർ പെൻസിൽ എടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും, ഞാനൊരു ലൈൻ ഷെയ്ഡ് പോലത്തെ ഷെയ്ഡിങ് ആണ് ചെയ്യുന്നത്. ഇടയ്ക്കൊക്കെ ട്രീസൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്ക് അതിന് ബാർക്കും ഡാമേജൊക്കെ ഉള്ള ട്രീസൊക്കെ കാണും. ഒരു ചെറിയ പൊത്തെന്ന് പറയും മലയാളത്തിൽ, പൊത്തും ഹോൾസൊക്കെ കാണും. അതാണ് ഞാൻ ഇവിടെ ഒരു ഡാർക്ക് വരച്ചത്. അതിൻ്റെ ഒരു സൈഡിൽ കൂടെ ഒരു ചെറിയ സർക്കുലർ പോലെ ചെറുതായിട്ട് വരച്ചു, ബിക്കോസ് അതൊരു ഡിഫറെൻറ്റ് എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. എന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ വളരെ ലൈറ്റായിട്ട് ഈ ബോട്ടം ബിറ്റ് ഗ്രൗണ്ടിലേക്ക് സ്റ്റിൽ ടച്ച് ചെയ്യുന്നതുകൊണ്ട് അവിടെ കുറച്ച് ഡാർക്കാക്കി, ബട്ട് സ്റ്റിൽ ദിസ് ഏരിയ ഈസ് മോർ ഡാർക്ക്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡിങ് എന്ന് പറയുന്നത് ഹാച്ചിങ് ആണ്. അതായത് ഒരു ലൈൻ ഷെയ്ഡിങ് പോലെയാണ് ചെയ്യുന്നത്.
ഇനി അഗെയിൻ ഞാൻ ഒരു 8B എടുത്തു. 8B എടുത്തിട്ട് കുറച്ചുകൂടി നമുക്ക് ബ്രാഞ്ചസ് ഒക്കെ കൂടുതൽ വരയ്ക്കാൻ നമ്മൾ വരച്ച് വരുന്നതനുസരിച്ച് നമുക്ക് ഇഷ്ടം തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലീവ്സുകൾ ഷെയ്ഡ് ചെയ്യുവാണ്. ഈ ഒരു ഏരിയ കുറച്ച് കൂടുതൽ ഡാർക്കറായിട്ട് ഷെയ്ഡ് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടേക്ക് ഒത്തിരി ഡാർക്കർ ഇല്ല, ബട്ട് സ്റ്റിൽ ഒരു ഒരു ബഞ്ച് ഓഫ് ലീവ്സ് ഒക്കെ ഉള്ളതിൻ്റെ ബോട്ടം പോർഷനൊക്കെ കുറച്ച് ഡാർക്കറായിട്ട് വരണം. സർക്കുലിസം ടൈപ്പ് ഓഫ് ഷെയ്ഡിങ് ആണ്, മെത്തേഡാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്. ഇവിടേക്ക് വന്നപ്പോൾ കുറച്ച് കൂടുതൽ ഏരിയാസ് എനിക്ക് ഡാർക്കർ ആക്കണം, ബട്ട് സ്റ്റിൽ ഒരേ കളർ തന്നെ എല്ലായിടത്തും കൊടുക്കരുത്. പക്ഷേ ഒരു ചെറിയ ലൈറ്റ് ഷെയ്ഡ് പോലെ ഇവിടെ ഞാൻ വളരെ ലൈറ്റായിട്ട് യൂസ് ചെയ്തു, പക്ഷേ ഡാർക്കായിട്ട് ഇവിടെ പ്രസ് ചെയ്യുന്നു. ഇൻ ബിറ്റ്വീൻ ബട്ട് ഫോക്കസിങ് മോർ ഡാർക്ക്നെസ് ഓൺ ദിസ് ഏരിയ. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഡാർക്കായിട്ട് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് ഒരു ലൈറ്റായിട്ട് വരയ്ക്കണം. ഫോർ എക്സാമ്പിൾ ഇത് നമ്മൾ ഡാർക്കായിട്ട് വരച്ച സ്റ്റെമ്മാണ്. ഇതിൻ്റെ പരിസരം ഫുള്ള് നമ്മൾ ഡാർക്കാക്കാൻ പോയാൽ നമ്മൾ ആ വരച്ച സ്റ്റെമ്മ് ഒന്നും തിരിച്ചറിയാൻ സാധിക്കത്തില്ല. അത് ഫോർ എക്സാമ്പിൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇത് നമ്മൾ ഡാർക്ക് ചെയ്താണ്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഇവിടെ വച്ച് ചെയ്യുമ്പോൾ ടു ഡാർക്ക് ആക്കരുത്. ബിക്കോസ് നമുക്ക് പിന്നീട് അതിൻ്റെ ഡിഫറൻസസ് കോൺട്രാസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ ഒരു ഏരിയ ഡാർക്ക് ആക്കണമെങ്കിലും ഇത് ഈ ബ്രാഞ്ചസിനോട് ടച്ച് ചെയ്തിരിക്കുന്നതോടെ ഞാൻ വളരെ ലൈറ്റായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് തന്നെ ഞാൻ ചെറുതായിട്ടൊരു കുറച്ചൊരു ഡിഫറൻസ് ആയിട്ടൊരു ലൈനും കൂടെ വരച്ചു. ബിക്കോസ് ഇതിൻ്റെ ടോപ്പിലേക്ക് എനിക്ക് ഡാർക്കൺ ചെയ്യാനായിട്ട് ഈസി വരും. ദെൻ ഐ എം നോട്ട് ഷെയ്ഡിങ് ദ ബോട്ടം ബിറ്റ്, ഞാൻ ഷെയ്ഡ് ചെയ്യുന്നില്ല. അതുപോലെ ഇവിടെയും ഒരു ചെറിയ ക്ലൗഡ് ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ